ഷമീം ബ്രോയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് എനിക്കുള്ള. ഷമീം ബ്രോ തന്ന ഈ ഇതും തന്നത് സാബ് ഗുരു ബ്രോ ആണ് എനിക്ക് ആ സ്റ്റിയറിംഗ് തന്നത്. അതിന്റെ കൂടെ അതിന്റെ ഏറ്റവും പുതിയ ഷിഫ്റ്റർ കൊണ്ട് തന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ എന്റെ സാധനങ്ങളൊക്കെ ലൈവിൽ അൺബോക്സ് ചെയ്യുന്ന അൺബോക്സിങ് വീഡിയോ ആയിട്ടൊന്നും പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു റിവ്യൂ പോലെ പറയാം. അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറെ തുണി ഉണ്ടായിരുന്നു, അത് ഓൾറെഡി ഞാൻ വലിച്ചു കളഞ്ഞ്. പിന്നെ അതിൻ്റെ കൂടെ ഈ പേപ്പർ ഉണ്ട്, പിന്നെ അവരുടെ ഒരു സ്റ്റിക്കർ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷിഫ്റ്ററിന്റെ ആ ഒരു ഇതാണ് ആ ഷിഫ്റ്റർ. യഥാർത്ഥത്തിൽ ഒരു കാറിന്റെ ഷിഫ്റ്ററൊക്കെ പോലെ തന്നെ ഫീൽ ചെയ്ത്. കണ്ടാ നിങ്ങള് ഇത് നോക്ക്, കണ്ട സാധനം കണ്ട, ഒടുക്കത്തെ ക്വാളിറ്റിയോടെ, ഒരു രക്ഷയില്ലടാ സാധനം. എൻ്റെ അമ്മു, ഇതൊരു വേറെ ലെവല് സാധനമാണ്. ആൻഡ് ഇനിയാണ് ഇതില് ഞാൻ പറഞ്ഞുതരാം, ഇനിയാണ് ഇതിന്റെ ഗെയിം ചേഞ്ചർ. ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നോബ് ഉണ്ടോ, ഗിയർ നോബ്. ഇതിന്റെ ഗിയർ നോബ് യഥാർത്ഥ വണ്ടികളുടെ ഒക്കെ പോലത്തെ ഒരു ഗിയർ നോബാ. അത് നമുക്ക് ജസ്റ്റ് ഇതിനകത്തിട്ട് ഇങ്ങനെ തിരിക്കാം. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇതിനകത്തിട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നോർമലി യഥാർത്ഥത്തിൽ ഒരു വണ്ടിയുടെ ഗിയർ പോലെ. അതേ കണ്ട, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇപ്പുറത്തോട്ടാക്കിയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ്. കണ്ട, ഇതാണ് സാധനം. ഇനിയാണ് നോർമലി ഉള്ള ഷിഫ്റ്റേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഇനി ഇതിനകത്ത് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇതിപ്പം നോർമലി നമ്മൾ എല്ലാ ബ്രാൻഡ്സിന്റെ ഷിഫ്റ്ററൊക്കെ മേടിക്കുന്ന സമയത്ത് ഇത്രയുള്ള ഒരു ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് എച്ച് ഷിഫ്റ്ററാ. ഇനിയാണ് ഇതില് ഗെയിം ചേഞ്ചിങ് സാധനം വരാൻ പോണത്. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ ഊരിയെടുക്കുന്നു. ഇത് നമ്മൾ ഊരിയെടുത്തിട്ട് ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീക്വൻഷ്യൽ ഷിഫ്റ്ററായി. സാധനം കണ്ടാ, തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീക്വൻഷ്യൽ ഷിഫ്റ്ററായി. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു മോഡുണ്ട്. കണ്ട, ഇവിടെ എച്ച് ഷിഫ്റ്ററിൽ നിന്ന് നേരെ സീക്വൻഷ്യലിലോട്ട് തട്ടാനുള്ള മോഡുണ്ട്. ഞാൻ ഇങ്ങോട്ട് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സീക്വൻഷ്യൽ ഷിഫ്റ്ററായി, ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട്. ആൻഡ് ഇനി അവിടെ കൊണ്ട് തീർന്നില്ല. ഇനി ഇതിനകത്ത് ഒരു ഹാൻഡ് ബ്രേക്ക് മോഡുണ്ട്. ഇത് ഹൈ ലോയ്, ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് മോഡുണ്ട്. ഞാനിത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിത് ഹാൻഡ് ബ്രേക്ക് ആയിട്ട് യൂസ് ചെയ്യാം. നേരെ പുറകിലോട്ട് വലിച്ചാൽ ഇത് ഹാൻഡ് ബ്രേക്ക് ആയി. ലിറ്ററലി പറഞ്ഞാൽ നിങ്ങൾക്ക് 3 സാധനങ്ങൾ ഒറ്റ ലിവർ, ഒറ്റ ഒരു ഇതിനകത്ത് വർക്കാവും. സീക്വൻഷ്യൽ ഷിഫ്റ്ററും ഹാൻഡ് ബ്രേക്കും എച്ച് ഷിഫ്റ്ററും. ഇത് ഒരിടത്തങ്ങ് വെച്ച് പിടിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് ഓരോന്നോരോന്ന് എടുത്ത് മാറ്റണ്ട. മോളത്തെ ഈ നോബ് മാത്രം ഊരിയാൽ മതി. മനസ്സിലായോ? ഓൾറൗണ്ടർ ആണ്. അതെ ഓൾറൗണ്ടർ സാധനമാണ്. ഫോർസയൊക്കെ കളിക്കാൻ ഞാൻ പറഞ്ഞല്ലേ ഗൈസ്, ഇത് നിങ്ങൾക്ക് ബാക്കി ഇത് കുറച്ചും കൂടി, ഇത് പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കുറച്ചും കൂടി നമുക്ക് ഈ പറയണത് പോലെ വലുതായിട്ട് ഓരോരോ കോമ്പോണൻസ് മേടിച്ച് പൈസ കളയണ്ട. എല്ലാം കൂടെ പൈസ മാത്രമല്ല, സ്ഥലവും നോക്കണം. നിങ്ങളിപ്പം ഇതിപ്പോൾ ഒരിടത്ത് വെക്കുവാണെങ്കിൽ ഹെഡ് ഷിഫ്റ്റർ വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് സീക്വൻസിൽ വെച്ച് അതിൻ്റെ അപ്പുറത്ത് ഹാൻഡ് ബ്രേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യം. സ്ഥലവും വേണം, എല്ലാം വേണം. നിങ്ങൾക്ക് വീട്ടിൽ ഈ ഒരുപാട് സ്ഥലമില്ല, നിങ്ങൾ ഒത്തിരി പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല, ചുമ്മാ വീട്ടിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു ബിൽഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വെലോസിറ്റി പ്രോ ഈ ടോട്ടൽ ബീച്ചിന്റെ ഇതിലേക്ക് പോകുന്നത് നല്ലതാണ്.